ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മുടെ ഗൈഡൻസ് മെസ്സേജ് എടുക്കുക. ഇന്നത്തെ ദിവസം കാർഡ്സ് നിങ്ങളോട് എന്താ പറയുന്നത് നോക്കാം നമുക്ക്. ഇന്നത്തെ ദിവസം നിങ്ങൾ കേൾക്കേണ്ട മെസ്സേജ്, നിങ്ങളിലേക്ക് എത്തേണ്ട മെസ്സേജ്. ഓക്കെ, ലോങ് ആക്കാൻ നിൽക്കുന്നില്ല, അതുകൊണ്ടാണ് ഫാസ്റ്റായി പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ നിങ്ങൾക്കുള്ള മെസ്സേജ്. ഇന്നത്തെ ദിവസം എന്താണ് നിങ്ങൾ അറിയേണ്ടത്? 2 wands, ഡെത്ത് കാർഡ്, 4 of cups. ഓക്കെ, ഓക്കെ, 3 of wands and 2 of cups. Wow. Okay. ഞാനൊന്ന് എനിക്കൊരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ. ഓക്കെ, this is death card, page of wands. Okay, seriously. Okay, I think ഇവിടെ എനിക്ക് മെയിനായിട്ട് കാണുന്നത് നിങ്ങളുടെ കാര്യത്തിൽ ഒരു ഓപ്പർച്യൂണിറ്റി, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഒരു കാര്യം ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ പേജ് ഓഫ് വാൻസ്, 2 of wands, 3 of wands എല്ലാം ലൈക്ക് ഒരു ജോലിയുടെ കരിയറിൻ്റെ കാര്യത്തിലായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത രീതിയിൽ, അതിപ്പോൾ ജസ്റ്റ് നമ്മൾ ഡെയിലി ഡേ ടു ഡേ കാര്യങ്ങൾ എടുത്താലും നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കൂടുതലും ഇത് കരിയർ ഗ്രോത്തിൻ്റെ ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. സോ മേ ബി കരിയറിൻ്റെ കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അബ്രോഡ് പോകാൻ നിങ്ങൾ എന്തെങ്കിലും ശ്രമിക്കുക, അല്ലെങ്കിൽ ഈവൻ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെയും ആവാം. ഓക്കെ, എന്ത് തരത്തിലും ആവാം. സോ ഇവിടെ ഒരു കാര്യം നിങ്ങൾ എന്തോ സ്റ്റാർട്ട് ചെയ്തിരുന്നു എന്നാണ്. ഓക്കെ, ഒരു സ്റ്റാർട്ടിങ് എനർജി ഉണ്ടായിരുന്നു ഇവിടെ, പക്ഷേ അതിൽ പെട്ടെന്ന് അത് സ്റ്റക്കായി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഹാങ്മാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ഒന്നുമില്ലെങ്കിൽ അത് എൻഡായി. അതായത് നിങ്ങൾ ഒരു, നമ്മൾ പറയില്ലേ, തുടക്കം കുറച്ച് മുന്നോട്ട് പോകുമ്പോഴേക്കും തന്നെ അവിടെ ഒരു എൻഡിങ് വന്നു. ഓക്കെ, അവിടെ ഒരു പെട്ടെന്നൊരു സ്റ്റോപ്പ് വന്ന പോലെയാണ്, ഒരു ബ്ലോക്ക് വന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് വല്ലാതെ നിരാശയായിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് നിരാശപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വിഷമം ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യം നടന്നില്ല, അല്ലെങ്കിൽ നടക്കുന്നില്ല എന്ന രീതിയിൽ. ഓക്കെ, ഐ തിങ്ക് ഇവിടെ അത് ഓപ്പർച്യൂണിറ്റി നല്ലതായിരുന്നു, ഇല്ല എന്ന് പറയുന്നില്ല, നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, നല്ലൊരു കാര്യമായിരുന്നു, അതിന് അവസരം ഉണ്ടായിരുന്നു, ഗ്രോ ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അതിലൊരു തടസ്സം വന്നു എന്ന രീതിക്കാണ്, ഒരു എൻഡിങ് ആണ് കാണുന്നത് എനിക്ക്. ആൻഡ് ആ എൻഡിങ് ഓക്കെ, എൻഡിങ് എന്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞാൽ ചില സമയത്ത് എന്താണെന്ന് വെച്ചാൽ അതിൽ ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പറയില്ല, ഇതേ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ അവിടെ എന്തോ നമുക്ക് മുന്നോട്ട് നല്ലതാവില്ല എന്നൊരു കാര്യം പറയും. ഓക്കെ, അതിലെന്തോ മാറ്റം വരുത്താനുണ്ടായിരുന്നു. നിങ്ങളുടെ ചിലപ്പോൾ ആഗ്രഹത്തിൽ ഒരു മാറ്റം വരുത്താനായിരിക്കാം, നിങ്ങളുടെ പ്ലാനിൽ ഒരു മാറ്റം വരുത്താനായിരിക്കാം, നിങ്ങൾ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു മാറ്റം, എവിടെ ഒരു ചേഞ്ച് നിങ്ങൾ കൊണ്ടുവരണമായിരുന്നു, ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണമായിരുന്നു. കാരണം അതേപോലെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഐ തിങ്ക് അത് ഗ്രോത്ത് നിങ്ങൾക്ക് പിന്നീട് കാണില്ല എന്ന രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഓർ മേ ബി നിങ്ങൾക്ക് വേറെ ബെറ്റർ ഓപ്പർച്യൂണിറ്റി വരാനുള്ളൊരു അത് കൂടി ആയിരിക്കാം, ചിലപ്പോൾ അങ്ങനെയും പറയാം. ഓക്കെ, നിങ്ങൾ പ്ലാൻ ചെയ്ത് നിങ്ങളൊരു പ്ലാനിങ് സ്റ്റേജ് നിങ്ങളുടെ കാണുന്നുണ്ട് എനിക്ക്. പ്ലാനിങ്, ഗ്രോത്ത്, ഒരു മുന്നോട്ട് എന്താണ് ഫ്യൂച്ചർ എന്ന രീതിക്ക് ചിന്തിക്കുന്ന പോലെ. ഓക്കെ, നിങ്ങൾ വളരെയധികം നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾ ചെയ്ത ഒരു കാര്യം തന്നെയാണ്, പക്ഷേ അതിൽ ഒരു തടസ്സം വന്നു. ഓക്കെ, മേ ബി നിങ്ങൾ ഓക്കെ, ഇത് കരിയറിൻ്റെ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്ന കരിയർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മേ ബി പുറത്തു പോകാനുള്ള അവസരത്തിൻ്റെ കാര്യമായിരിക്കാം, എന്തെങ്കിലും അബ്രോഡ് പോകുന്ന കാര്യമായിരിക്കാം. കാരണം ഇവിടെ പല കാർഡ്സും അബ്രോഡ് അങ്ങനെ ആ യാത്ര കാണിക്കുന്നുണ്ട്. സോ ആ യാത്രയുടെ കാര്യമായിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങൾ പഠിക്കാനോ എന്തിനായാലും. ഓക്കെ, നിങ്ങളെ ബിസിനസ് ഓക്കെ, മേ ബി നിങ്ങളുടെ ഒരു ബിസിനസ് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ദാറ്റ് ഓക്കെ എനിക്ക് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യണം എന്ന് ചിന്തിച്ച് കാണാം. അതിപ്പോൾ അഗെയിൻ കടൽ കടന്ന് പോകുന്ന കാര്യമാവണം നിർബന്ധമില്ല. മേ ബി നിങ്ങൾക്ക് വേറെ സിറ്റിയിലേക്ക് അതിനെ എക്സ്പാൻഡ് ചെയ്യണം, അതിൻ്റെ ഒരു സെക്കൻഡ് ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണം, അതിൻ്റെ അങ്ങനെ ആവാം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ തന്നെ ഓക്കെ നെക്സ്റ്റ് സ്റ്റെപ്പ് എനിക്ക് കുറച്ചുകൂടി ഗ്രോ ചെയ്യണം എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ച് കാണാം. ബട്ട് അതിൽ ഒരു തടസ്സം വന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഐ തിങ്ക് അവിടെ പെട്ടെന്ന് നിങ്ങൾക്കൊരു നിരാശ ഫീൽ ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചു കാണും. ഓക്കെ, അതെന്താന്നുള്ളത് ഓരോരുത്തർക്ക് ഓരോ സിറ്റുവേഷൻ ആയിരിക്കും. സോ ഞാൻ എല്ലാം പറയുന്നില്ല ഇവിടെ. ബട്ട് ഫ്യൂച്ചറിലേക്ക് യൂണിവേഴ്സ് പറയുന്നത് ഡോണ്ട് ഗിവ് അപ്പ് ഹോപ്പ് എന്നാണ്. ഓക്കെ, ഇതിവിടെ തൽക്കാലം എന്തെങ്കിലും ഒരു മാറ്റം വന്നു, അല്ലെങ്കിൽ ഒരു തടസ്സപ്പെട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും നിന്നുപോയി എന്നുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾക്ക് അവസരം നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കരുതണ്ട. ഓക്കെ, നിങ്ങൾക്ക് മുന്നോട്ട് ഇനിയും സമയമുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളോട് പറയുന്നുണ്ട് ഒന്ന് മാറ്റി ചിന്തിക്കൂ, ഒന്ന് കുറച്ചുകൂടി പ്ലാനിങ് കൊണ്ടുവരൂ എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയതാണെങ്കിൽ ആക്ച്വലി ഇവിടെ പേജ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു കുറച്ച് നമ്മുടെ
യങ് എന്നെടുക്കാം, അതായത് ഒരു മെച്യൂരിറ്റി പോരാ എന്ന രീതിയിൽ പറയാം. ഓക്കെ, കാര്യങ്ങൾ കുറച്ചുകൂടി നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മേ ബി കിങ് ഓഫ് പെൻറ്റിക്കിൾസ് എനർജിയിലേക്ക് വരാനായിരിക്കാം നിങ്ങളോട് പറയുന്നത്. അതായത് കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കൂ എന്ന രീതിക്കായിരിക്കും, കുറച്ചുകൂടി നന്നായിട്ട് ആലോചിച്ച് പ്ലാൻ ചെയ്യൂ എന്ന് പറയുന്നുണ്ട് മുന്നോട്ട്. ഓക്കെ, സോ ഇങ്ങനെ തന്നെ പോയാതാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് മുന്നോട്ട് അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളായിരിക്കാം. അപ്പോൾ യൂണിവേഴ്സ് അവിടെ ഒരു തടസ്സം ഇട്ട പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഇവിടെ നിങ്ങളോട് കുറച്ചുകൂടി പ്ലാനിങ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. മേ ബി ഒരു പാർട്ട്ണറെ എടുക്കൂ എന്ന് പറയുന്നുണ്ട്. ആരെങ്കിലും കൂടെ ഹെൽപ്പിന് എടുക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും സപ്പോർട്ടിന്, ഫ്രണ്ട്സോ ഫാമിലി മെമ്പറോ ആരെങ്കിലും സപ്പോർട്ടിന് എടുക്കൂ എന്ന് പറയുന്നുണ്ട്. ബിക്കോസ് മേ ബി നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ ചിലപ്പോൾ സാധിക്കില്ലായിരിക്കും, തനിച്ച് പോകാൻ സാധിക്കില്ലായിരിക്കും, അങ്ങനെയാവാം. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്നത് മേ ബി ഒരു പാർട്ട്ണർ ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരും എന്ന രീതിക്കായിരിക്കും. ഇവിടെ നിങ്ങളോട് പ്ലാൻ ചെയ്യാൻ പറയുന്നുണ്ട്, കുറച്ചുകൂടി പ്ലാൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യൂ എന്നാണ്. ഓക്കെ, ആൻഡ് ഡെത്ത് കാർഡ് എനിക്ക് വീണ്ടും എനിക്കൊരു ലൈക്ക് അവിടെ എന്തെങ്കിലും എന്തോ പറയാൻ വിട്ടു പോകുന്ന പോലെ. എന്താ നോക്കട്ടെ, ഡെത്ത് കാർഡ് എന്തിനാണ് വന്നത് അവിടെ. ഓക്കെ, പേജ് ഓഫ് സോഡ്സ്, യെസ്, ക്ലാരിറ്റി കൊണ്ടുവരാൻ പറയുന്നുണ്ട്. 9 ഓഫ് സോഡ്സ്, ഓക്കെ, ആൻഡ് 9 ഓഫ് കപ്സ്. അഗെയിൻ സിമിലർ കാർഡ്സ് ആണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റിയോടെ കാര്യങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, കുറച്ചുകൂടി ഇവിടെ നിങ്ങൾ ഒരു സ്റ്റോപ്പ് ആക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം തടസ്സപ്പെട്ടു എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, നിങ്ങൾ ഒരുപാട് സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ക്ലാരിറ്റിയോടെ കാര്യങ്ങൾ ചെയ്യുമെന്നാണ്. കുറച്ചുകൂടി അവിടെ എന്തോ നിങ്ങൾ മനസ്സിലാക്കാനുണ്ടായിരുന്നു സിറ്റുവേഷനെ പറ്റിയിട്ട്, കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലാരിറ്റി വരാനുണ്ടായിരുന്നു എന്നാണ്. എല്ലാം നല്ലോണം അന്വേഷിച്ച് മനസ്സിലാക്കി ചെയ്യൂ എന്നാണ് പറയുന്നത്. എൻ്റെ ഇവിടെ നിങ്ങൾ നിരാശപ്പെടേണ്ട എന്നൊരു വാർണിംഗ് ഉണ്ട്. യൂണിവേഴ്സ് പറയുന്നുണ്ട് നിരാശപ്പെടേണ്ട, മുന്നോട്ട് ഫ്യൂച്ചർ ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങളുടെ ഈ സ്ട്രെസ് മാറും. ഓക്കെ, 9 and 9 നിങ്ങളുടെ വിഷാണ് കാണിക്കുന്നത്, നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഈ സ്ട്രെസ് മാറി നിങ്ങൾക്ക് സന്തോഷം വരും എന്ന് പറയുന്നുണ്ട് യൂണിവേഴ്സ്. ഓക്കെ, അതിന് നിങ്ങളോട് പറയുന്നത് കുറച്ചുകൂടി കാര്യങ്ങൾ ആദ്യം നല്ലോണം മനസ്സിലാക്കൂ, ഡീറ്റെയിൽസ് മനസ്സിലാക്കൂ, എല്ലാം ലൈക്ക് പറയില്ല, എല്ലാ വശങ്ങളും നല്ലോണം നോക്കി പഠിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ എന്തെങ്കിലും സൈൻ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ വളരെ സൂക്ഷിച്ച് കെയർഫുള്ളായിട്ട്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും തടസ്സപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് ബെറ്റർ സിറ്റുവേഷൻ ഒന്ന് ബെറ്റർ ആക്കാനുള്ള ഒരു സമയമാണ് യൂണിവേഴ്സ് തന്നിട്ടുള്ളത്. ഓക്കെ, മേ ബി ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുള്ള കാര്യം പറയുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീർച്ചയായിട്ടും ഫുൾഫിൽ ആവും. ആൻഡ് ഇവിടെ ചാരിയറ്റ്, ഹൈറോഫന്റ് ആൻഡ് ടെൻ ഓഫ് പെന്റക്കിൾസ് ഒക്കെ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല സക്സസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, സക്സസ് ഉണ്ട്, നിങ്ങൾ ബ്ലസ്ഡ് ആണ്. ഓക്കെ, യൂണിവേഴ്സിൻ്റെ ഹെൽപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഈവൻ അതോറിറ്റീസിൻ്റെ എന്തെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്രൂവൽ വരും. ഓക്കെ, ചിലപ്പോൾ ഡിലേ വന്നത് അതിനൊക്കെ ആയിരിക്കാം. ചില കാര്യങ്ങൾ അവിടെ എന്തോ ക്ലാരിറ്റി കുറച്ചുകൂടി നിങ്ങൾ കൊടുക്കാനുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുണ്ടാവാം. ബട്ട് ഇവിടെ അഗെയിൻ നമ്മൾ അതോറിറ്റീസിൻ്റെ അപ്രൂവൽ ആയാലും ശരി, ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ, അല്ലെങ്കിൽ ഓഫീസിൻ്റെ നിങ്ങളുടെ ബോസിൻ്റെ നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ അപ്രൂവൽ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ, ബ്ലെസ്സിങ് ഉണ്ട്, നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉണ്ട്. ഓക്കെ, ഓവറോൾ നിങ്ങൾക്ക് സന്തോഷത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. ഓക്കെ, ബട്ട് ഇവിടെ ഈ ഒരു അഗൈൻ മൂവ്മെൻറ്റ് കാണുന്നതിൻ്റെ കുറച്ച് പേർക്ക് ഇവിടെ യാത്രയുടെ കാര്യം, അബ്രോഡ് പോകുന്ന കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്ന കാര്യം, വേറെ എവിടെയെങ്കിലും സ്ഥലം മാറുന്ന രീതിയിൽ, ജോലി മാറുന്ന രീതിയിൽ എന്തോ ആവാം. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്, ഞാൻ പറയാം. ഓക്കെ, സോ ഇവിടെ ഓവറോൾ യെസ്, നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് വരും എന്നാണ്, നിങ്ങൾക്ക് സന്തോഷം വരും, നിങ്ങൾക്ക് സമാധാനം വരും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റെബിലിറ്റി കിട്ടും എന്ന രീതിക്കാണ് കാണുന്നത്. നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെയായാലും നിങ്ങൾക്ക് ഫുൾഫിൽ ആവും. ഓക്കെ, അതിൻ്റെ സ്ട്രെസ് നിങ്ങൾക്ക് മാറിയിട്ട് നിങ്ങൾക്ക് ഫുൾഫിൽ ആവുന്ന രീതിയിൽ കാണുന്നുണ്ട്. നെഗറ്റീവ് ചിന്തിക്കേണ്ട. ഓക്കെ, എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നെഗറ്റീവ് ചിന്തിക്കേണ്ട. അത് ജസ്റ്റ് ഒരു നമ്മൾ പറയില്ല, ഒരു ടെമ്പററി ഒരു പോസായിട്ട് നിങ്ങൾ എടുത്താൽ മതി. നിങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് തൽക്കാലം യൂണിവേഴ്സ് ഒന്ന് പറഞ്ഞതൊന്ന് വെയിറ്റ് ചെയ്യൂ, ചില കാര്യങ്ങളും കൂടി ഇവിടെ ഒന്ന് ക്ലിയർ ആവാനുണ്ട് എന്ന രീതിക്കാണ്. അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ബട്ട് ഓവറോൾ ഇത് നല്ലതാണ് നിങ്ങൾക്ക്. എൻ്റെ ഇവിടെ റിലേഷൻഷിപ്പ്, ഓക്കെ, കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങളൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലും നിങ്ങളോട് പറയുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്ന രീതിക്കാണ്. ഒരു പാർട്ട്ണർഷിപ്പ് കാണുന്നുണ്ട് എനിക്ക്, റിലേഷൻഷിപ്പിലായിരിക്കാം, ഒരു നല്ലൊരു സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിൽ വരുന്ന പോലെയുണ്ട്. സോ ഒന്നുമില്ലെങ്കിൽ പുതിയ വ്യക്തി വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള റിലേഷൻഷിപ്പ് ബെറ്റർ ആവുന്നതായിരിക്കാം. സോ എന്ത് കാര്യത്തിലായാലും ഇവിടെ ഇപ്പോൾ തൽക്കാലം ഒരു ബ്രേക്കോ തടസ്സമോ എൻഡിങ്ങോ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മുന്നോട്ട് പക്ഷെ നല്ലത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് ഇപ്പോൾ ഇന്നത്തെ യൂണിവേഴ്സ് നിങ്ങളുടെ മെസ്സേജ് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഈ ഒരു തടസ്സം വന്ന ഫേസിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടാവാം, നിരാശയിലിരിക്കുമായിരിക്കാം. യൂണിവേഴ്സ് പറയുന്നത് പേടിക്കേണ്ട. ഓക്കെ, മുന്നോട്ട് നിങ്ങൾ കുറച്ചുകൂടി പക്ഷേ പ്ലാൻ ചെയ്യൂ, സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്യൂ, ആലോചിച്ച് ക്ലിയർ ആയിട്ട് നിങ്ങൾ നല്ലോണം ആലോചിച്ച കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യൂ. മുന്നോട്ട് നല്ല പോസിറ്റീവാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒറക്കിൾ കാർഡ് കൂടി എടുത്തേക്കാം. അലൗ യുവർ സെൽഫ് ടു മൂവ് ഓൺ, പവർ ഓഫ് പ്രെയർ, let go of expectations, declutter, okay, use positive affirmations. Okay, see ഇവിടെ നിങ്ങളോട് പറയുന്നത് അഗെയിൻ ഇവിടെ allow yourself to move on എന്ന് പറയുന്നുണ്ട്. മേ ബി
നിങ്ങൾ എന്തോ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളോട് മൂവ് ഓൺ ചെയ്യാനാണ് പറയുന്നത്. അതായത് മേ ബി പാസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങളെ ലെറ്റ് ഗോ ചെയ്യൂ എന്ന രീതിക്കായിരിക്കാം. അങ്ങനെ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളോട് നല്ലോണം പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് ഇവിടെ. ആൻഡ് ലെറ്റ് ഗോ ഓഫ് എക്സ്പെക്ടേഷൻസ് പറയുന്നത്. ഓക്കെ, ഞാൻ ലെറ്റ് ഗോ ചെയ്യാൻ പറഞ്ഞു. മേ ബി റിലേഷൻഷിപ്സ് ലെറ്റ് ഗോ ചെയ്യുന്ന കാര്യമല്ല, മീൻസ് ചിലപ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾ വിട്ട് മാറണമായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ ലെറ്റ് ഗോ ഓഫ് എക്സ്പെക്ടേഷൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളോട് നിങ്ങൾ ഒരു പ്രതീക്ഷ, ചിലപ്പോൾ നിങ്ങൾ വളരെ ഹൈ പ്രതീക്ഷയൊക്കെ വെച്ചിട്ടുണ്ടാവും. സോ നിങ്ങളോട് പറയുന്നത് എക്സ്പെക്ടേഷൻസ് വിട്ട് കളയൂ. ഓക്കെ, നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കൂ എന്ന് മാത്രമാണ്. ആൻഡ് ഡീക്ലട്ടർ പറയുന്നുണ്ട്. കുറച്ച് പേരോട് നിങ്ങളോട് പറയുന്നുണ്ട് ഒന്ന് എനർജിയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ സ്പേസിലോ ബാഗിലോ ഒക്കെ നിങ്ങളൊന്ന്, ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തു വെച്ചിട്ട് ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യാത്ത പലതും കിടക്കുന്നുണ്ടാവും അല്ലേ. സോ അതിനേക്ക് ഒന്ന് ഡീക്ലട്ടർ ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. അതായത് ഒന്നെടുത്ത്, ചിലതൊക്കെ പഴയതൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ യൂസ് ചെയ്യാത്തൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതിനേക്ക് ഒന്നെടുത്ത് ക്ലിയർ ചെയ്ത് വിടും. അപ്പോൾ എനർജി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഒരു കുറച്ച് സ്റ്റാഗ്നൻ്റ് എനർജി ഉണ്ടാവും നിങ്ങളുടെ ചുറ്റും. അപ്പോൾ അതിനേക്ക് ഒന്ന് ക്ലിയർ ചെയ്ത് വിടുമെന്നാണ് പറയുന്നത്. ആൻഡ് യൂസ് പോസിറ്റീവ് അഫർമേഷൻസ് പറയുന്നുണ്ട്. സോ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ എല്ലാം ശരിയാവും എന്ന രീതിയിൽ സോ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, സോ ജസ്റ്റ് അതൊന്ന് ചുരുക്കി പറഞ്ഞത് മാത്രം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.